ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 3-ലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നുള്ള ടോപ്പിക്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഊപ്പ്. നമ്മൾ UG-യിലായാലും PG-യിലൊക്കെ പഠിക്കുമ്പോൾ ഊപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്ത് ആപ്പാണ് മീൻസ് ആ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പം നമുക്ക് അറിയാം, ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്കൽ നോക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻവെൻഷൻ കാരണമാണ് ശരിക്കും നമ്മളൊക്കെ ഈ ഒരു ലോകത്ത് ഭയങ്കര ചേഞ്ചസ് വന്നത്. ശരിക്കും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ മേ ബി കുറേ കോഡൊക്കെ മേ ബി ഈ ഒരു അഡ്വാൻസ്ഡ് ഒന്നും നമുക്ക് ഉണ്ടാകണമെന്നില്ല. ശരിക്കും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ആ ഒരു കൺസെപ്റ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് പ്രധാനമായിട്ടും ലാംഗ്വേജുകളിലൊക്കെ കുറേ ഇമ്പ്രൂവ്മെൻറ്റും അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ ഒന്നും കൂടി കൂടിയത്. അപ്പം എന്തൊക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ്സ്, ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നമുക്കറിയാം റിയൽ ടൈം കൺസെപ്റ്റായിട്ടാണ് നമ്മൾ അധികം റിലേറ്റ് ചെയ്യുക. അപ്പം ആ ഒരു തരത്തിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പം നമുക്ക് എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഓർ ഊപ്സ്, ഞാൻ പറഞ്ഞത് നേരത്തെ OOPS, object-oriented programming or OOPS, refer to languages that use objects in programming. അത് പ്രോഗ്രാമിൽ ഒബ്ജക്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയും. ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എയിംസ് ടു ഇംപ്ലിമെൻറ്റ് റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ലൈക്ക് ഇൻഹെറിറ്റൻസ്, ഹൈഡിങ്, പോളിമോർഫിസം എക്സെട്ര ഇൻ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിങ്ങിൽ റിയൽ ടൈമിലുള്ള ഒബ്ജക്ട്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു മെയിൻ എയിം എന്നൊക്കെ പറയാം. അപ്പം ലൈക്ക് ഇൻഹെറിറ്റൻസ്, ഹൈഡിങ്, പോളിമോർഫിസം എക്സെട്ര. ദ മെയിൻ എയിം ഓഫ് OOP ഈസ് ടു ബൈൻഡ് ടുഗദർ ദ ഡാറ്റ ആൻഡ് ദ ഫങ്ഷനും ഡാറ്റയും ടുഗദറായിട്ട് ബൈൻഡ് ചെയ്യുക. That operate on them so that no other part of code can access this data except that function. അപ്പോൾ നമ്മൾ ഫങ്ഷൻ എന്നൊക്കെ കേൾക്കും അല്ലേ. അപ്പം ആ ഒരു ഫങ്ഷനും ഡാറ്റയൊക്കെ ബൈൻഡ് ചെയ്യുക. ബാക്കിയുള്ളൊരു ആ ഒരു വലിയൊരു പ്രോഗ്രാമിംഗ് കൊണ്ട് ബാക്കിയുള്ള ഏരിയയ്ക്ക് നമ്മളെ ഡാറ്റയും കാര്യങ്ങളൊന്നും ആ ഒരു ഡാറ്റ വരരുത്. ആ ഒരു മെയിൻ എയിമൊക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് OOPൻ്റെ ഒരു കൺസെപ്റ്റ്, മേജർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് എന്തൊക്കെയാണ് OOP കൺസെപ്റ്റ്സ് നോക്കാം അല്ലേ. OOP നമുക്ക് OOPൻ്റെ കൺസെപ്റ്റ്സിൽ കാര്യമായിട്ട് വരിക ക്ലാസ്, ഒബ്ജക്ട്സ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇതൊക്കെയാണ് OOPൻ്റെ കൺസെപ്റ്റ്സ് എന്ന് പറയാം. അപ്പം ക്ലാസ്, ഒബ്ജക്റ്റ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. നമുക്ക് 6 ഒബ്ജക്ട്സ് ആയിട്ട് കൺസെപ്റ്റ്സ് ആയിട്ടാണ് നമുക്ക് OOPനെ ക്ലാസിഫൈ. മേ ബി ചില ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, അതിലധികവും 6, 8, 9 മേജർ കൺസെപ്റ്റ് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് ആണ്. അപ്പം അതിലൊക്കെ നമുക്ക് പറയാം. അപ്പം മേജറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മേജർ ടോപ്പിക്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എന്താണ് ക്ലാസ്? അപ്പം ക്ലാസ് എന്ന് പറഞ്ഞാൽ എ ക്ലാസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. അപ്പം നമുക്ക് എന്താണ് ക്ലാസ് എന്നുള്ള ഡാറ്റ ടൈപ്പ് നോക്കല്ലേ. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ്. അതെന്താ, ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാവും, മെമ്പർ ഫങ്ഷൻസ് ഉണ്ടാവും, വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ക്രിയേറ്റിംഗ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദാറ്റ് ക്ലാസ്. അപ്പം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് എന്താ നമുക്കറിയാം അല്ലേ, ഇൻറ്റിജർ, ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഇതൊക്കെ ഡാറ്റ ടൈപ്സ് ആണ്. അപ്പോൾ അതുപോലൊരു സംഭവമാണ് എന്ത്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് ക്ലാസ്. സ്ട്രക്ചർ പോലെ അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്, യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻ. അതിൽ എന്തുണ്ടാവും, ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാകും, മെമ്പർ ഫംഗ്ഷൻ ക്ലാസ്സിനകത്ത് മെമ്പർ ഫംഗ്ഷൻസും ഡാറ്റ മെമ്പേഴ്സും ഉണ്ടാകും, വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ക്രിയേറ്റിംഗ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. അതെന്ത് ചെയ്യുക, ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഇതിനകത്തുള്ള മെമ്പർ ഫംഗ്ഷൻസും ഡാറ്റ മെമ്പേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് or methods that are common to all objects of one type. From class which represent the set of properties or methods that are common to all objects of one type. A class is like a blueprint
ഫോർ ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റാണ്. അപ്പം ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒബ്ജക്റ്റിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഒബ്ജക്റ്റ്. ആൻഡ് നമ്മൾ ക്ലാസ് റിയൽ ടൈം എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ക്ലാസ്. അപ്പം കൺസിഡർ ദ ക്ലാസ് ഓഫ് കാർസ്. കാറിൻ്റെ ഒരു ക്ലാസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ദർ മേ ബി മെനി കാർസ്, വേരിയസ് ടൈപ്സ് ഓഫ് കാർസ് നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ, വിത്ത് ഡിഫറെൻറ്റ് നെയിംസ് ആൻഡ് ബ്രാൻഡ്സ്, ബട്ട് ഓൾ ഓഫ് ദം വിൽ ഷെയർ സെയിം കോമൺ പ്രോപ്പർട്ടീസ്. എല്ലാ കാർസിനും കുറേ കോമൺ പ്രോപ്പർട്ടീസ് ഉണ്ടാകും. ലൈക്ക് ഓൾ ഓഫ് ദം വിൽ ഹാവ് 4 wheels, speed limit, mileage range, etc. So here car is the class and wheel, speed limits, mileage are the properties. നമ്മൾ മേജറായിട്ട് നോക്കുമ്പോൾ നമ്മളൊരു കാർ എടുക്കാൻ പോകുമ്പം ഒരു ഷോറൂമിൽ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടാകും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർ ഉണ്ടാകും. അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ കാറിൻ്റെ ഒരു ക്ലാസ് മേജറായിട്ട് പറയുകയാണെങ്കിൽ കാറിൻ്റെ എല്ലാ കാറിനുള്ള പ്രത്യേകത എന്ത്, അതിന് 4 ടയറാണെന്ന് തരാം, അതിന് സ്പീഡ് ലിമിറ്റ്, പിന്നെ അതിനൊന്നുണ്ടാകും ഒരു മൈലേജ്. സ്പീഡ് ലിമിറ്റ് നമുക്ക് മേജറായി നോക്കേണ്ട ആവശ്യമില്ല, മൈലേജ് അല്ലെങ്കിൽ അതിന് കോമൺ ആയിട്ട് പ്രോപ്പർട്ടീസ്. അപ്പം എല്ലാ കാറും 4 വീൽസ് ആണ്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു കോമൺ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ സിമിലറാണ്, സിമിലർ തിങ്സ് ആയിരിക്കും ഒരു ക്ലാസ്. അപ്പം കാർ നമുക്ക് ക്ലാസ്സായിട്ട് കൺസെപ്റ്റ് ചെയ്യാം. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് എന്തൊക്കെ, അതിന് വീൽസ് ഉണ്ടാകും, സ്പീഡ് ലിമിറ്റ് ഉണ്ടാകും, മൈലേജ് ഒക്കെ അതിൻ്റെ എന്തുണ്ടാവും ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ഒബ്ജക്റ്റ്. അപ്പോൾ ക്ലാസ് ഈസ് ദ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഒബ്ജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് വേണ്ടി ബ്ലൂ പ്രിൻ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് റെപ്രസെൻറ്റ്സ് ദ റിയൽ ലൈഫ് എൻറ്റിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ഒബ്ജക്റ്റിനെ ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യലാണ് ഒബ്ജക്റ്റിൻ്റെ പണി. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, എ ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ്. വെൻ എ ക്ലാസ് ഈസ് ഡിഫൈൻഡ്, നോ മെമ്മറി ഈസ് അലോക്കേറ്റഡ്, ബട്ട് വെൻ ഇറ്റ് ഈസ് ഇൻസ്റ്റൻഷ്യേറ്റഡ് that is an object is created, memory is allocated. അപ്പോൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും നമ്മൾ, ക്ലാസ് അതിൽ മെമ്പർ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെമ്മറി. അപ്പം നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും മെമ്മറി അവിടെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അതിലൊരു മെമ്മറി യൂസ് ചെയ്യില്ല. പക്ഷെ നമ്മളൊരു ക്ലാസ്സിനെ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. ആ ക്ലാസ്സിന് വേണ്ട മെമ്മറി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യും. An object has an identity, state and behavior. ഒബ്ജക്റ്റിന് എന്തുണ്ടാകും, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകും, സ്റ്റേറ്റ് ഉണ്ടാകും, ബിഹേവിയർ ഉണ്ടാകും. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിനെ ശരിക്കും ആക്റ്റീവ് ആക്കുന്ന എന്താണ്, ഒബ്ജക്റ്റാണ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്ത ഒരിക്കലും എന്താകുന്നില്ല, നമ്മൾ അവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല. മെമ്മറി എപ്പോഴാണ് അലോക്കേറ്റ് ചെയ്യുക, ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒബ്ജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അവിടെ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ. വാട്ട് ഈസ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റിന് ഒരു റിയൽ ടൈം എക്സാമ്പിൾ നോക്കാൻ എന്ത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഡോഗ് ഈസ് എ റിയൽ ലൈഫ് ഒബ്ജക്റ്റ്. ഡോഗ് എന്നൊരു ഒബ്ജക്റ്റാണ് റിയൽ ലൈഫിൽ, വിച്ച് ഹാസ് സം ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് കളർ, ബ്രീഡ്, ബാർ, സ്ലീപ്പ് ആൻഡ് ഈറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലെന്ത് നമുക്ക് അതിന് ഐഡൻറ്റിറ്റി ഉണ്ടാവും. നെയിം ഓഫ് ദി ഡോഗ്, ഒരു ഡോഗിന് എന്തുണ്ടാകും, ഒരു സ്പെഷ്യൽ നെയിമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അതിലെന്തൊക്കെ ഉണ്ടാവും, ആ ഒരു ഡോഗിന് എന്തുണ്ടാവും, ഏതിൽ ബ്രീഡിലുള്ളതാണ്, അല്ലെങ്കിൽ ഏത് കളറാണ്, അതിൻ്റെ ഏജ്, അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ ബാർക്ക് എങ്ങനെയാണ്, അതിൻ്റെ സ്ലീപ്പ്, അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ്. അപ്പം അതൊക്കെ അതിൻ്റെ ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ അതിന് മേജറായിട്ട് ഉണ്ടാകുക, അതിന് കളർ ഉണ്ടാകും, ബ്രീഡ് ഉണ്ടാകും, ബാർക്ക് ഉണ്ടാകും, സ്ലീപ്പ് ഉണ്ടാകും, എയ്ഡ്സ് ഉണ്ടാകും. ഇതൊക്കെ ഒരു ഡോഗിനെ സംബന്ധിച്ച് റിയൽ ടൈം ഒബ്ജക്റ്റായ ഡോഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സാമ്പിൾ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതാണ് ഒരു ഒബ്ജക്റ്റ്. അപ്പം ഒരു ഡോഗിനെ നമ്മൾ ഈ ഒരു വേൾഡ് ഒരു ക്ലാസ് ആക്കിയത് അതിലൊരു ഡോഗ് എന്നാണ് അതിലൊരു ഒബ്ജക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ ഒരു ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം അതാണ് റിയൽ ടൈം എക്സാമ്പിൾ. അതുപോലെ നമുക്ക് ഡോഗിനെ പകരം നമുക്ക് എന്ത് ചെയ്യുക, ഒരു ക്യാറ്റിനെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാറിനെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഇനീഷ്യേറ്റ്. അപ്പോൾ കാറിലൊരു സ്പെസിഫിക് മോഡൽ എടുക്കുക. അപ്പോൾ അതിന് ആ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ കാർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, അതിലെന്തുണ്ട്, ആ കാറിൻ്റെ മോഡൽ ഉണ്ടാകും. അതിന് അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാറിൻ്റെ മോഡൽ, ആ ഒരു കാറിന് ക്ലാസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു സ്പെസിഫിക് മോഡലും അതിൻ്റെ ആട്രിബ്യൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ഡാറ്റ അബ്സ്ട്രാക്ട്, മൂന്നാമത്താണ് വകുപ്പിൽ. അപ്പോൾ നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോഴുണ്ട്, നമ്മൾ
ഫസ്റ്റ് തന്നെ കൊടുക്കുന്നതിന് അബ്സ്ട്രാക്ട് കോളേജ് പ്രൊജക്റ്റാണ് പറയുന്നത് കേട്ടോ. ഒരു അബ്സ്ട്രാക്ട് കൊടുക്കണം. അബ്സ്ട്രാക്റ്റിൽ എന്താ ഉണ്ടാക്കുക, അതിൽ നമ്മളെല്ലാം ഡീപ്പറായിട്ട് കൊടുക്കുമോ? ഇല്ല. അതിൽ നമുക്ക് മേജറായിട്ട് ആ ഒരു പ്രൊജക്റ്റിൽ എന്താ ഉള്ളത്, ഒരു മെയിൻ തിങ് ഒരു 200 വേർഡ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അതിലെന്താ അപ്പം അതുപോലെ തന്നെ മേജറായിട്ടുള്ള കാര്യം എന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല, മൊത്തമായിട്ട് പറഞ്ഞു കൊടുക്കില്ല. എന്നാൽ ഒരു പൊടിപ്പും തൊങ്ങലും പറഞ്ഞ മാതിരി എന്നാൽ നമുക്ക് മനസ്സിലാവും ഒരു അബ്സ്ട്രാക്ട് വഴി. അതുപോലെയാണ് ഡാറ്റ അബ്സ്ട്രാക്ട്. Data abstract is one of the most essential and important features of object-oriented programming. Object-oriented programming ഒരു important feature ആണ്, most essential feature. Data abstraction refers to providing only essential information. അപ്പോൾ എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ? is only providing only essential information about the data to the outside world. അപ്പം പുറം ലോകത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുള്ളൂ. നേരത്തെ പറഞ്ഞു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള തിങ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഹൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓർ ഇംപ്ലിമെൻറ്റേഷൻ, അവിടെ നമ്മൾ എന്തില്ല, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഇംപ്ലിമെൻറ്റേഷൻ ഒന്നുമില്ല അവിടെ പറയില്ല. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ നോക്കിയാൽ നമ്മൾ അബ്സ്ട്രാക്ട് എന്നുള്ള ഒരു വേർഡ് അതിൽ ഫെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു പ്രൊജക്റ്റ് നമ്മൾ കോളേജ് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ തരാം അബ്സ്ട്രാക്റ്റിൽ നമ്മളെല്ലാം കൊടുക്കില്ല, നമ്മൾ കൊടുക്കാതിൽ മേജറായിട്ട് തിങ്സ് മാത്രമാണല്ലേ. അപ്പം ആ ഒരു തിങ്സ് മാത്രം, ബാക്കിയൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യും. അത് എങ്ങനെ ചെയ്ത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമൊന്നുമില്ല. അപ്പം അതാണ് ഡാറ്റ അബ്സ്ട്രാക്ട്. അതുപോലെ ഡാറ്റ അബ്സ്ട്രാക്റ്റിൻ്റെ ഒരു കൺസിഡർ റിയൽ ലൈഫ് എക്സാമ്പിൾ ഓഫ് എ മാൻ ഡ്രൈവിംഗ് എ കാർ. ദ മാൻ ഓൺലി നോസ് ദാറ്റ് pressing the accelerators will increase the speed of the car. അപ്പോൾ നമ്മൾ കാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആക്സിലേറ്റർ കൂട്ടിയാൽ എന്ത് ചെയ്യും, ചവിട്ടിയാൽ അല്ലെങ്കിൽ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും, കാറിൻ്റെ സ്പീഡ് കൂടും. ഓർ അപ്ലൈയിങ് ബ്രേക്സ് വിൽ സ്റ്റോപ്പ് ദ കാർ ബട്ട് he does not know about how on the pressing accelerator the speed is increasing. എന്തുകൊണ്ടാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യം നമുക്ക് അറിയില്ല. And he does not know about the inner mechanism of the car or the implementation of the accelerator, brakes, etc. in the car. അതായത് കാർ ഓടിക്കുന്ന ആൾക്ക് എല്ലാവർക്കും അറിയില്ല എന്നല്ല പറഞ്ഞത്, ബട്ട് കാർ ഓടിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ മെക്കാനിസം അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് അതിനെന്ത് ആക്സിലറേറ്റർ ചവിട്ടിയാൽ സ്പീഡ് കൂടും, ബ്രേക്ക് ചവിട്ടിയാൽ സ്പീഡ് കുറയും, അതുപോലെ ക്ലച്ച് ഗിയർ അങ്ങനത്തെ കാര്യം അതിന് ഇന്നർ മെക്കാനിസം ഒന്നും അറിയേണ്ട ആവശ്യം നമുക്കില്ല. അതാണ് ഡാറ്റ അബ്സ്ട്രാക്റ്റിന് റിയൽ ടൈം എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല അത് യൂസ് ചെയ്യാൻ. ആൻഡ് എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ എന്നാണ് പറയുക. ക്യാപ്സ്യൂൾ എന്നാൽ ക്യാപ്സ്യൂൾ ഗുളിക. അപ്പം നമ്മൾ ക്യാപ്സ്യൂൾ എന്തുണ്ടാകും, ക്യാപ്സ്യൂളാക്കി എടുക്കാമെന്ന് പറയും. അപ്പം എൻകാപ്സുലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ അണ്ടർ എ സിംഗിൾ യൂണിറ്റ്. റാപ്പിംഗ് അപ്പ് ഓഫ് എ ഡാറ്റ അണ്ടർ എ സിംഗിൾ യൂണിറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ദ മെക്കാനിസം ദാറ്റ് ബൈൻഡ്സ് ടുഗദർ കോഡ് ആൻഡ് ഡാറ്റ ഇറ്റ് മാനിപ്പുലേറ്റ്സ്. അപ്പം കോഡും ഡാറ്റയൊക്കെ എന്താക്കുന്നത്, ബൈൻഡ് ചെയ്യുന്നതാണ് എന്താ പറയുക, എൻകാപ്സുലേഷൻ. ക്യാപ്സ്യൂൾ ആക്കി എടുക്കുക. ക്യാപ്സ്യൂളിൽ എന്തുണ്ടാകും, കുറച്ച് ഐറ്റംസേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുക, കോഡും ഡാറ്റയൊക്കെ ബൈൻഡ് ചെയ്യുന്നത് എന്താ പറയുക, എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്താ പറയുക, വേരിയബിളും ഡാറ്റക്കുള്ള ഒരു എൻകാപ്സുലേഷൻ്റെ ഒരു ജസ്റ്റ് എക്സാമ്പിളാണ്. ഒരു ഫിഗർ ആലോചിച്ചാൽ മതി. ക്യാപ്സ്യൂൾ ആക്കുക. ആൻഡ് ഇനി കമ്പനി നമ്മളൊരു റിയൽ ടൈം എക്സാമ്പിൾ നോക്കാൻ, ഒരു കമ്പനി ഉണ്ടാകും, ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ടാകുമല്ലോ, ലൈക്ക് അക്കൗണ്ട്സ്, ഫിനാൻസ്, സെയിൽസ്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന തരാം അവരൊക്കെ സെയിൽസ് ഹാൻഡിൽ സ്പെസിഫിക് ടാസ്ക്. ഈ ഒരു ഇപ്പോൾ നമ്മൾ കമ്പനി അക്കൗണ്ട്സ് ഉണ്ടാവും, ഫിനാൻസ്, ഇവരൊക്കെ എന്താ ഓരോ സ്പെസിഫിക് ടാസ്കുകളായിരിക്കും ചെയ്യാം. ആൻഡ് കീപ് റെക്കോർഡ്സ്. Encapsulation is illustrated when an official from one section needs data from another section. ഇപ്പം ഇവിടെ അക്കൗണ്ട്സിൽ സെക്ഷനിലാക്കുന്നതിന് ഫിനാൻസ് ഡാറ്റ അറിയണം, അല്ലെങ്കിൽ ഫിനാൻസ് ആക്കി സെയിൽസിൽ ഡാറ്റ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നമ്മൾ എന്ത് ചെയ്യാം, എൻകാപ്സുലേഷൻ വരും. ലൈക്ക് ഫിനാൻസ് നീഡിങ് സെയിൽസ് ഡാറ്റ, ദ ഡാറ്റ ആൻഡ് ഇറ്റ്സ് ആക്സസ് ആർ എൻകാപ്സുലേറ്റഡ് വിത്തിൻ ഈച്ച് സെക്ഷൻ. അപ്പം ഫിനാൻസിലെ ആൾക്ക് എന്ത് ചെയ്യണം, സെയിൽസിലെ ഡാറ്റ ആണെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ സെയിൽസിലെ ആൾക്ക് ഒരു ഇത് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ എൻകാപ്സുലേറ്റ് അവർക്കും കൂടി കൊടുക്കും, ആക്സസ് കൊടുക്കും. റിക്വയറിങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെക്ഷൻ ടു ആക്സസ് സ്പെസിഫിക് ഡാറ്റ. അപ്പോൾ എൻകാപ്സുലേഷൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു സെക്ഷനിലെ മറ്റൊരു സെക്ഷനിലേക്ക് അവർ ഡാറ്റയും കാര്യങ്ങളും എന്ത് ചെയ്യും, അവർ ജസ്റ്റ് ആ കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യും, അവർക്ക് വേണ്ടത് എൻകാപ്സുലേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഫെച്ച് ചെയ്തെടുക്കാം. ആൻഡ് inheritance is one of the biggest and one of the important thing in inheritance. നമുക്കൊരു വാസ്റ്റ് ഐഡിയ, മേ ബി ഒരു സെഷനും കൂടി എടുക്കാനുള്ള ഒരു ഏരിയ തന്നെ ഇൻഹെറിറ്റൻസ് ഉണ്ട്. കാരണം അത്ര ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇൻഹെറിറ്റൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പില്ലർ ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ കാപ്പബിലിറ്റി ഓഫ് എ ക്ലാസ് ടു ഡിറൈവ് പ്രോപ്പർട്ടീസ് ആൻഡ്
ക്യാരക്ടറിസ്റ്റിക് ഫ്രം അനദർ ക്ലാസ് ഈസ് കാൾഡ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റ് ചെയ്യുക, മറ്റൊരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടി ഒരു വേറെ ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടി മറ്റൊരു ക്ലാസ് എടുക്കുന്നതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. നമുക്കറിയാം പാരൻറ്റ് ക്ലാസ്, ചൈൽഡ് ക്ലാസ്. ഒരു ക്ലാസ്സിനെ രണ്ട് കൺസെപ്റ്റ് വരില്ല, പാരൻറ്റ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും, അല്ലെങ്കിൽ സബ് ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ്. പാരൻറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഏതിൽ നിന്നാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതിനെ പാരൻറ്റ് ക്ലാസ് എന്നും, ഏതാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് മീൻസ് ഇപ്പം ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിന് ക്ലാസ് എ ക്ലാസ് ബീനെ ഇൻഹെറിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ക്ലാസ് ബി ക്ലാസ് എനെ ഇൻഹെറിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ക്ലാസ് എ പാരൻറ്റ് ക്ലാസ് ആയിട്ടും ക്ലാസ് ബി എന്ത് ചെയ്യാണ്, ചൈൽഡ് ക്ലാസ് ആയിട്ടാണ് മാറുക. സോ അതാണ് ഇൻഹെറിറ്റൻസ്. ഈ ബിക്ക് എന്ത് ചെയ്യുക, അയാളെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഹെറിറ്റൻസിൽ. അപ്പോൾ നമുക്ക് കോഡിങ് റിഡൻഡൻസി ഒക്കെ മാക്സിമം കുറക്കാം. Inheritance allows the user to reuse the code whenever possible and reduce its redundancy. ഞാൻ ഇൻഹെറിറ്റൻസിൻ്റെ കുറച്ച് ടൈപ്സ് ഓഫ് ഞാൻ പറഞ്ഞില്ല, മേ ബി ഒരു വാസ്റ്റ് ഏരിയയാണ് ഇൻഹെറിറ്റൻസ്. നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മാത്രമല്ല, ബാക്കിയുള്ള അപ്പോൾ വേറെയും കുറേ ടോപ്പിക്സിൽ എന്തുണ്ട് ഇൻഹെറിറ്റൻസിൻ്റെ ഏരിയാസ് വരുന്നുണ്ട്. ആൻഡ് ഇൻഹെറിറ്റൻസിൻ്റെ ടൈപ്സ് ആണ് നമുക്ക് സിംഗിൾ ഇൻഹെറിറ്റൻസ്, പാരൻറ്റ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും. ഇപ്പോൾ ചൈൽഡ് ക്ലാസ് നേരെ പാരൻറ്റ് ക്ലാസ് മാത്രം ആക്സസ് ചെയ്യുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഒരു ചൈൽഡ് ക്ലാസ് എന്ത് ചെയ്യുക, രണ്ട് ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ ഫീച്ചേഴ്സ് എടുക്കുക. ആൻഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ആദ്യം പാരൻറ്റ് ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് എന്ത് ചെയ്തു, ഈ പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ ഈ ഒരു ഫീച്ചേഴ്സ് എടുത്ത ക്ലാസ്സിന് എന്ത് ചെയ്യുക, മറ്റൊരു ക്ലാസ് അതായത് മറ്റൊരു ചൈൽഡ് ക്ലാസ് എന്ത് ചെയ്യാണ് അത് എടുക്കുക. അപ്പം ഇവിടെ ശരിക്കും എന്താണ് ഇങ്ങനെ നോക്കിയാൽ എന്ത് ചെയ്യാനാ, ഇതിൻ്റെ പാരൻ്റാണ് ഡിറൈവ്ഡ് ക്ലാസ് 1 ആൻഡ് ഡിറൈവ്ഡ് ക്ലാസ് 2ൻ്റെ പാരൻറ്റ് ക്ലാസ് ആണ് ഡിറൈവ്ഡ്. ഈ ഒരു സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഇവിടെ 3 ലെയർ ആയതുകൊണ്ട് എന്ത് ചെയ്തു, 3 ലെയർ ആയതുകൊണ്ട് നമുക്ക് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഓരോ ലെവലുകളും. ഇപ്പോൾ ഈ ലെവലിൽ നിന്ന് ഇവിടെ ഡിറൈവ്ഡ് ക്ലാസ് 1 എടുത്തു. ആൻഡ് പാരൻറ്റ് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് എവിടെ നിന്നായിരുന്നു, പാരൻറ്റ് ക്ലാസ് നിന്നാണ്. ആൻഡ് ഹൈറാറിക്കൽ ഇൻഹെറിറ്റൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചൈൽഡ് ക്ലാസ് ഫോർ ആൻഡ് പാരൻറ്റ് ക്ലാസ്. ഇവിടെ 3 ക്ലാസ്സുകൾ അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 2 എന്ത് ചെയ്യുക, സെയിം പാരൻറ്റ് ക്ലാസ് തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എടുക്കുക. ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്, അതായത് ഒന്നിലധികം ക്ലാസ്സുകൾ എന്താ യൂസ് ചെയ്യുക. ഇവിടെ ആദ്യം തന്നെ വന്നത് എന്താണ്, നമ്മളെ ഹൈറാറിക്കൽ, ഇത് നോക്കുകയാണെങ്കിൽ ഹൈറാറിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. അതായത് സെയിം പാരൻ്റ് തന്നെ 2 ഡിറൈവ് ക്ലാസ് എടുക്കുകയാണ്. ആൻഡ് ഇതിങ്ങനെ നോക്കുകയാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. അതായത് ഇവിടെ ഇതില്ല എന്ന് നോക്കുകയാണെങ്കിൽ ഇത് മാത്രം മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും, ഇതില്ലെങ്കിൽ എന്താണ്, ഇത് ഹൈറാറിക്കൽ ഇൻഹെറിറ്റൻസും ആണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന ഇൻഹെറിറ്റൻസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഹൈബ്രിഡ് ക്ലാസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്നും കൂടി പറയാം. ആൻഡ് ഇതാണ് ഇൻഹെറിറ്റൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് അട്രിബ്യൂട്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എടുക്കുക എന്നാണ് ഇൻഹെറിറ്റൻസ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് പോളിമോർഫിസം. ലാസ്റ്റ് ടോപ്പിക്കാണ് പോളിമോർഫിസം. നമുക്ക് ഉപ്പിൻ്റെ കാര്യം, നമുക്ക് പോളിമോർഫിസത്തിൻ്റെ പ്രത്യേകത അറിയാലോ. പോളിമോർഫിസം വേർഡ് പോളിമോർഫിസം മീൻസ് having many forms. We can define polymorphism as the ability of a message to display in more than one form. ഒരു മെസ്സേജിനെ ഡിഫറെൻറ്റ് ഫോമിൽ പോളിമോർഫിസം, കുറേ അല്ലേ, പോളിമോർഫിസം പറഞ്ഞാൽ മോർഫ്, ആ ഒരു ടേം വന്നിട്ട് പോളി എന്ന് പറഞ്ഞാൽ കുറേ ധാരാളം മോർഫ് ചെയ്ത്, അതായത് ഒരു മെസ്സേജിനെ ഡിഫറെൻറ്റ് ടൈപ്പിലൊക്കെ എന്ത് ചെയ്യുക. അപ്പം മോർഫിംഗ് എന്നൊക്കെ അറിയില്ല. അപ്പം ആ ഒരു വേർഡിന് നമുക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാക്കണം. And for example, a person at the same time can have different characteristics. Like a man at the same time is a father and is a husband and is an employee. അപ്പം ഒരു മാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്താണ് സെയിം ടൈം ഒരു ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആയിരിക്കാം, ആൻഡ് ഒരു എംപ്ലോയി, ഒരു റിയൽ ടൈം എക്സാമ്പിളാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഒരു മെസ്സേജിനെ അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതിൽ ഫെച്ച് ചെയ്യാൻ കഴിയണം. അപ്പം ഇതാണ് മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇസ് എ എബിലിറ്റി ഓഫ് എ മെസ്സേജ് ടു ഡിസ്പ്ലൈഡ് ഇൻ മോർ ദാൻ one form. So the same person possesses different behavior in different situations. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഒരു മാൻ്റെ കാര്യത്തിൽ. അപ്പം അവർ ചിലപ്പോൾ ഫാദർ ആകുമ്പോൾ അതിനനുസരിച്ച് ബിഹേവിയർ ആവും ചെയ്യുക, ഹസ്ബൻഡ് ആകുമ്പോൾ അതിനനുസരിച്ച് ബിഹേവിയർ ചെയ്യേണ്ടി വരും. ആൻഡ് ഒരു പക്ഷേ ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ബിഹേവിയറൊക്കെ വരുന്നത്. അത് പോളിമോർഫിസം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇൻ ഈച്ച് സ്റ്റേജ്. അപ്പോൾ പോളി കുറേ എന്നുള്ള ആൻഡ് മോർഫിസം ഒരു മോർഫിങ് ആ ഒരു ഇതിൽ ഫെച്ച് ചെയ്തെടുക്കാം. ആൻഡ്
എന്തൊക്കെ പോളിമോർഫിസം, ടൈപ്സ് ഓഫ് പോളിമോർഫിസം 2 ടൈപ്സ് ആണുള്ളത്. കമ്പൈൽ ടൈം പോളിമോർഫിസം, റൺ ടൈം പോളിമോർഫിസം. ഈ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്നുള്ളത് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്നുള്ള ഒരു ഏരിയ വരുന്നതാണ് അതിൻ്റെ സബ് ടോപ്പിക്. ആൻഡ് റൺ ടൈം പോളിമോർഫിസം വിർച്വൽ ഫംഗ്ഷൻ എന്നുള്ള ഒരു ഏരിയ വരുന്നതാണ്. അപ്പം പോളിമോർഫിസത്തിന് മേജറായിട്ട് 2 ടൈപ്സ് ഉണ്ട്, കമ്പൈൽ ടൈം പോളിമോർഫിസം, റൺ ടൈം പോളിമോർഫിസം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഒരു ക്ലാസ് എടുത്തത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റിൽ എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്, ഏതൊക്കെയാണ് കൺസെപ്റ്റ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ 6 കൺസെപ്റ്റ് ഇവിടെ പഠിച്ചു. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ ഞാൻ നേരത്തെ മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ ഡിസഡ്വാൻറ്റേജസും. സോ എന്തിനാണ് നമുക്ക് അതിന് മുമ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു മേക്ക് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എ പ്രോജക്റ്റ് മോർ എഫേർട്ട്ലെസ്, to provide the feature of data hiding that is good for security concerns. We can solve real world problems if we are using object oriented programming. നമ്മൾ റിയൽ വേൾഡ് പ്രോഗ്രാമിംഗ് ഒക്കെ യൂസ് ചെയ്യും, പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്ന ചെയ്യാം. ഈ കുറച്ചും കൂടി യൂസബിൾ ആണ്. ഇറ്റ് എൻഷുവേഴ്സ് കോഡ് റീയൂസബിലിറ്റി. ഇറ്റ് ലെറ്റ്സ് ദ റൈറ്റ് ജനറിക് കോഡ് വിച്ച് വിൽ വർക്ക് വിത്ത് എ റേഞ്ച് ഓഫ് ഡാറ്റ, സോ വി ഡോണ്ട് ഹാവ് ടു റൈറ്റ് ബേസിക് സ്റ്റഫ് ഓവർ ആൻഡ് ഓവർ. അതായത് ഡാറ്റ റിഡൻഡൻസി എന്നുള്ള സംഭവമാണ് പറയുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും കോഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ഇത്രയാണ് എന്തിനാണ് നമ്മൾ കോഡിങ് യൂസ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുള്ളത് കൺസെപ്റ്റാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ്. അപ്പം ഉപ്പിൻ്റെ കൺസെപ്റ്റ്സ് പറഞ്ഞു, എന്തിനൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമുക്കറിയാം അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ റെലവൻസ് എത്രയാണെന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലായാലും നമ്മൾ നെറ്റിൻ്റെ ഏരിയയിലായാലും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂസിലൊക്കെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇല്ലാത്തൊരു ഏരിയ ഇല്ല. നമ്മളോട് അതിന് ചിലപ്പോൾ അധികം ഇൻ്റർവ്യൂസിന് ചോദിക്കുക എക്സ്പ്ലെയിൻ അബൌട്ട് അതായിരിക്കും അധികം ഇൻ്റർവ്യൂസിൽ MNCയിലൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, എന്താണ്. അപ്പം എന്താണ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റൊക്കെ പറഞ്ഞത്. നമ്മൾ സജസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ കൂടെ പറയാനുള്ളത് നമുക്കറിയാം Aifer ഒരുക്കുന്ന JRF ട്രാക്ക് എന്നുള്ള ഒരു ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ അഡ്മിഷൻസ് എൻഡ് ആകുന്ന മുമ്പ് തന്നെ നിങ്ങളെ സീറ്റ് അഷ്യൂർ ചെയ്യുക. നമ്മളെ സ്റ്റുഡൻസൊക്കെ ഇപ്പം മിഷൻ JRF ആയാലും JRF ട്രാക്കിലൊക്കെ എന്ത് ചെയ്യുന്നത് സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളായാലും മെൻറ്റേഴ്സിൻ്റെ ലൈവ് ആക്സസൊക്കെ ആയിട്ടും അവർ ഇപ്പോൾ നെറ്റിനും JRFനും വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുകയാണ്, അവർ ഓൺഗോയിങ് ആയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ പ്രിപ്പയർ ആകണം എന്ത് ചെയ്യുക, JRF ട്രാക്ക് എന്നുള്ള ബാച്ചിലേക്ക് ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക. നമ്മുടെ ARF എക്സാം Aifer നടത്തുന്ന റിസർച്ച് ഫെലോഷിപ്പായ ARF എക്സാം മാർച്ച് 31 നടക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സീറ്റ് അഷ്യൂർ ചെയ്യുക. ആൻഡ് നമുക്ക് ഇന്ന് നമ്മുടെ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ക്ലാസ്സുകളോ നമ്മൾ ഏതെങ്കിലും ടോപ്പിക്സ് എടുക്കണം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. ആൻഡ് ആൾസോ സജസ്റ്റിംഗ് ദാറ്റ് നമുക്ക് ഈ ഒരു വീഡിയോന് താഴെ തന്നെ നമ്മൾ Aifer ഒരുക്കുന്ന ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഫ്രീ മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.